Let him enjoy. Where is Anand? Cheers, guys! Hello. Check hello. Mic testing. നേരം ബൈക്ക് ടെസ്റ്റ് തുടങ്ങിയിട്ട് ഇവിടെ അനൗൺസ്മെന്റ് എന്തെങ്കിലും നീ പറയാളൂ ഒന്ന് മൂടാകട്ടെ. പ്രിയപ്പെട്ട കൂനംതുരുത്ത് നിവാസികളെ, MBA പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയതിലൂടെ ഈ കൊച്ചു തുരുത്തിന്റെ അഭിമാനത്തെ ഒരു വൻ കര പോലെ വലുതാക്കിയിരിക്കുകയാണ് നമ്മുടെയൊക്കെ പൊന്നോമനയായ പി സത്യനാരായണൻ. അതിന്റെ കണ്ണിലുണ്ണിയായി മാറിയിരിക്കുന്ന ശ്രീ സത്യനാരായണന് കൂനംതുരുത്ത് UP സ്കൂളിൽ വെച്ച് പൗരസമിതി നൽകുന്ന സ്വീകരണ സമ്മേളനത്തിലേക്ക് അപാലവൃദ്ധം ജനങ്ങളെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ പഴയ പിയൂൺ നാരായണ മോൻ പണ്ട് സ്കൂളിൽ മോട്ടിക്കാൻ ഈ നാരായണന്മാർക്ക് കിടപ്പില. സത്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രതിഭാസമാണ് സത്യൻ, പ്രസ്ഥാനമാണ് സത്യൻ, പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരു പ്രഹേളികയാണ് സത്യൻ. ചുമ്മാതാണെന്നേ ആ ചെക്കൻ കക്കാൻ കയറുന്നത് നല്ലെന്നേ. പിന്നെ ആ ചെക്കൻ ഹെഡ് മാസ്റ്ററിന്റെ മുറിയില് മതി പറയണ്ട ആവശ്യത്തിന് ചുമച്ചിട്ട് പറഞ്ഞാൽ ഇല്ലപ്പട്ടി പോലും കയറി വരാത്ത ഈ തുരുത്തിൽ പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് വരെ തിടം പേറ്റിയിട്ടുള്ള ഒരു ഗജപോക്രിയെയാണ്, സോറി ഗജവീരനെയാണ് പൗരസമിതി ചരിത്രത്തിൽ ആദ്യമായി എഴുന്നള്ളിക്കുന്നത്. വാദ്യമേളങ്ങൾക്കിടയിലൂടെ താലപ്പൊലിയെത്തിയ കന്യകമാർക്കിടയിലൂടെ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്റെ കുച്ചിരോമങ്ങളിൽ അള്ളിപ്പിടിച്ച് നെഞ്ചു തള്ളി ഇതാ എഴുന്നള്ളുന്നു നമ്മുടെ നാടിന്റെ ജനപ്രിയ നായകനായ പി സത്യനാരായണൻ. ശ്രീ സത്യനാരായണനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തോളൂ. ദൈവമേ കാത്തോളണേ. പ്രിയമുള്ളവർ, ഞാൻ പഠിപ്പിച്ചിട്ടുള്ള അതിസമർത്ഥരായ വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു പി സത്യനാരായണൻ. സത്യൻ വിജയത്തിന്റെ ഉയരങ്ങൾ കീഴടക്കിയിരിക്കുന്ന ഈ അവസരത്തിൽ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ദിവസമാണ്. സത്യൻ ഓർമ്മിക്കാൻ ഒരു കാരണവശാലും ആഗ്രഹിക്കാത്ത ആ ദിവസം. എന്റെ അമ്മയാണ് സത്യനെ, കള്ളനല്ല മാഷേ. എന്താ ഭാഷ ഇത്? ഒരു 7ാം ക്ലാസ്സുകാരന് സംഭവിച്ച ചെറിയ അബദ്ധമായി അവഗണിച്ച് കളയാമായിരുന്ന തെറ്റിനെ ഊതിപ്പെരിപ്പിച്ച് വലുതാക്കിയത് അന്നത്തെ ഹെഡ് മാഷായിരുന്ന പൊതുവാൾ മാഷിന്റെ ഒറ്റ വാശിയായിരുന്നു.
എന്നാൽ സ്വന്തം ചാരത്തിൽ നിന്നും ഉയർന്നു പറക്കുന്ന ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്ന ശ്രീ സത്യനാരായണന് പൂനന്തുരത്തിന്റെ ആദരം നൽകുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്. എന്റെ ഏറ്റവും പ്രിയങ്കരായ നാട്ടുകാരെ, ഓ, അരെ വാ. ഇങ്ങോട്ട് തന്നെ. ഇത് ഞാൻ കൊണ്ടുവന്നടാ. ഒരു മിനിറ്റ്. അകട്ടൊന്ന് ഫോർവേഡ് ചെയ്തേ. ഇവന്റെ പേര് ശാന്തൻ. എന്നെ ഇവിടെ ഇങ്ങനെ ആദരിക്കാനുള്ള നിലയിലെത്തിച്ചത് ഇയാളുടെ കൈകളാണ്. ഡാ, തുറക്കാൻ. മറക്കില്ല ഞാൻ ഇയാളെ. ഒരു 10 രൂപീസ് ഷെയർ ഇടാൻ തരുമോ? ഇല്ലില്ല. ഇല്ലേ? കൂൺ മാൻ. ടേക്ക് കെയർ. എടുത്തോളാം കേട്ടോ. ഗോപിമാഷിന്റെ വാക്കുകൾ കേട്ടപ്പോ 1000 ഓർമ്മകളാണ് എന്റെ മനസ്സിലേക്ക് അലയടിച്ചെത്തിയത്. പൊതുവാൾ മാഷ് സമ്മാനിച്ച കണ്ണീരാണ് എന്റെ ജീവിതത്തിലെ സന്തോഷങ്ങളുടെ മാറ്റുകൂട്ടിയതെന്ന് കരുതാനാണ് എനിക്കിഷ്ടം. പെൻഷനായപ്പോ ഇവിടുന്ന് താമസം മാറിപ്പോയ പൊതുവാൾ മാഷിനെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ ഇതിന്റെ ഭാരവാഹികൾ ഒരുപാട് ശ്രമിച്ചിരുന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. പക്ഷെ നിർഭാഗ്യവശാൽ അവർക്ക് അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചില്ല. ഈ അവസരത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക, നമ്മളുടെയൊക്കെ പൊതുവാൾ മാഷ് അല്ല, എന്റെ പൊതുവാൾ മാഷ് ഇവിടെ വന്നിരുന്നെങ്കിലെന്ന്. ആര് പറഞ്ഞു വന്നിട്ടില്ലെന്ന്? കാക്കക്കൂട്ടിൽ മുട്ടയിടുന്ന കള്ളക്കൊയിലിനെ ആരും ഫീനിക്സ് പക്ഷി എന്ന് വിളിക്കാറില്ല. നിന്നെ പോലത്തെ ഒരു പെരുന്നുണൻ ആരുടെ സത്യം എന്ന് പേരിട്ടത്? പക്ഷേ നിങ്ങളിപ്പോ ഈ കാണിക്കുന്നത് മുഴുവൻ ശുദ്ധ പോക്കർത്തരാട്ടോ. താനൊക്കെ എപ്പോഴും ഈ നുണയം പറയുന്ന വിശ്വസിച്ച് നടക്കാല്ലേ? കഷ്ടം. പറയട്ടെ ഗോപി മാഷെ, അതുകൊണ്ട് മാഷിന് എന്തെങ്കിലും സന്തോഷം കിട്ടണമെങ്കിൽ കിട്ടട്ടെ. നിർത്തടാ. ഇവന്റെ ഭാവിയിൽ മണ്ണിടാനല്ല, ഇവൻ ഈ കരക്കാരുടെ കണ്ണിൽ മണ്ണൊഴിച്ച് കത്തിക്കാതിരിക്കാനാണ് ഞാൻ വന്നത്. എവിടെ നാടാണ് എം പി എടുത്തത്? അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. ഈ യൂണിവേഴ്സിറ്റി കോളേജ്. ഏത് യൂണിവേഴ്സിറ്റിയുടെ? അത് മഹാരാജാസ്. അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഇന്ത്യയില്ലല്ലോ. ഈ ഞാൻ ഉദ്ദേശിച്ചത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അല്ലേ, അതാണ്. ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ MBA പരീക്ഷയിൽ നിനക്ക് 1ാം റാങ്ക് കിട്ടി അല്ലേ? 1ാം റാങ്ക് മാറി ഇപ്പൊ 2ാം റാങ്ക് ആയോ? ഇതല്ല, ഇത് വി ഫോർ വിക്ടറി. അപ്പൊ ഇതാരാ? ഇതാരാ? ഗാന്ധി യൂണിവേഴ്സിറ്റി MBA 1ാം റാങ്ക് കെ കൃഷ്ണകുമാറിനാ. ആണോ? ചിലപ്പോ 2 1 റാങ്ക് ഉണ്ടാവും. പൊട്ടിക്കും. നട്ടാൽ മുളക്കാത്ത സൈസ് നുണയാൻ പറയുന്നത്. ഈ തുരുത്തിലേക്കുള്ള മുഴുവൻ പത്രത്തിന്റെയും ഒരു പേജ് സ്വന്തം ഫോട്ടോയും വാർത്തയും വെച്ച് ഇവൻ തന്നെ അച്ചടിപ്പിച്ചതാ. ഇവനൊരു MBA പരീക്ഷയെങ്കിൽ എഴുതിയും തെളിയിച്ച ഞാൻ തല മൊട്ടയടിച്ച് പുള്ളിയും കുത്തി കഴുതപ്പുറത്ത് കിടക്കും. ഉന്നം തെറ്റി. എന്തല്ലേ? 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ വാല് മുറിഞ്ഞ് നാടുവിട്ട എന്നെ ഒരു MBA-കാരനായിട്ട് മരിക്കുന്നതിന് മുമ്പ് കാണണം എന്നുള്ള അച്ഛന്റെ ആഗ്രഹം സബലീകരിച്ചു കൊടുക്കാനാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. നുണയുടെ മാലപ്പടക്കത്തിന് തീ പിടിക്കുമ്പോ 1 2 ഒക്കെ പൊട്ടാതെ ചീറ്റി പോയേക്കാം. പക്ഷെ അതിലെ വെടിമരുന്നുണ്ട്, ഒരിക്കലും വീര്യം കുറയില്ല. അന്നത്തെ ആ MBA നുണ പാളിപ്പോയെങ്കിലും MBA-കാർക്ക് സർട്ടിഫിക്കറ്റുകൾ ഒപ്പിട്ട് കൊടുക്കുന്ന പല യൂണിവേഴ്സിറ്റികളുടെയും വൈസ് ചാൻസലറാണ് ഞാനിപ്പോ. പ്യൂൺ, ആരാ വന്നേക്കുന്നത് നോക്കൂ. എവിടാ നിന്റെ ആശാൻ? അണ്ണാ സർട്ടിഫിക്കറ്റ് റെഡിയായാ? അണ്ണോയ്, വൈസ് ചാൻസലർ ഒപ്പിടാൻ പോണേ ഉള്ളൂ. ഇതെന്താണിത്, പാകിസ്ഥാൻ ഇന്ത്യ അതിർത്തിയിലെ കമ്പിവേലി? ഹൗ പിടിച്ചു. ഇനി പോലീസ് പിടിക്കേണ്ട നോക്കിക്കോണേ. ഇന്ന് കണിയേണ്ടവൻ എന്നും കാണണേ. അണ്ണാ ആ, ഒരു 500 തരൂ. ഇന്നലെ അല്ലടാ നീ ഒരു 100 രൂപ ചോദിച്ചത്? എന്നിട്ട് തന്നില്ലല്ലോ. ചോദിക്കുമ്പോ തരാം. ഞാൻ എന്താ നോട്ട് അടിക്കണ മെഷീനാ? നീ ഒരു ചായ അടിച്ച് നല്ല വൃത്തിയിലടിക്കട്ടാ. തുപ്പിട്ട് തരും ഞാൻ. തുപ്പിട്ടല്ല, കപ്പിലിട്ട് തരാന്ന് പറഞ്ഞായിരുന്നു. ഹലോ. ആ, സ്പീക്കിംഗ്. പ്രശാന്താ? ഏത് പ്രശാന്ത്? ആ, അഞ്ജലിയുടെ ഫ്രണ്ടാ? ആ, ഞാൻ ഓർക്കുന്നു. ടെൽ മീ. അയ്യോ വേണ്ട, ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നാ ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്ക. അല്ലല്ല, ഞാൻ 2 മണി വരെ ബിസിയാണ്. ഓക്കെ, അതെ. ആണോ? അല്ലല്ല, ഓക്കെ ശരി. എടാ എന്റെ
ആ അഞ്ജലിയുടെ ഫ്രണ്ട്സ് ഇങ്ങോട്ട് വരണമെന്ന്, ഞാനെന്ത് ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ. അണ്ണന് വേറെ പണിയൊന്നുമില്ലേ? കുറെ നാളല്ല വാണാല് പോലത്തെ പെണ്ണിന്റെ പുറകെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഒന്ന് പോകാൻ പറയണ. അഞ്ജലി അവളുടെ ഒടുക്കത്തൊരു ജാടേ. അണ്ണം വിചാരിച്ചതല്ല ബെസ്റ്റാം ക്ലാസ് പെമ്പിളേരെ കിട്ടും നാട്ടിൽ. എന്റെ പുറകെ തന്നെ എത്തണം. അത് കിട്ടും, പക്ഷെ അഞ്ജലി കിട്ടില്ലല്ലോ. അവൾ എന്റെയാടാ. എത്രയോ ജന്മങ്ങളായിട്ട് അവൾ എന്റേതായിരുന്നു എന്നൊരു തോന്നൽ. എന്നാ പിന്നെ ചെയ്തോട്. എടാ, കള്ള സർട്ടിഫിക്കറ്റും വ്യാജസീലും ഉണ്ടാക്കാനല്ല അവർ വരണത്. പിന്നെ എന്തോ റെക്കമെൻഡേഷനാ. ഞാൻ ഇതിന്റെ മേളിലുള്ള ഒമേഗ കൺസൾട്ടൻസിയുടെ മാനേജർ ഒന്ന് പറയുകയും ചെയ്തു. അത്രയുള്ള ചുമ്മാ ഫേസ് ചെയ്യണ്ട. മൊട്ടണ്ണന്റെ കഷത്തിലല്ലേ ഇരിക്കണ? എന്ത്? അല്ല, മൊട്ടത്തിലെ മാനേജർ എന്റെ കഷത്തിലല്ലേ ഇരിക്കണ? എന്ന് പൊക്കുന്നു പൊക്കല്ലേ? പിന്നെ എടാ, എന്താ എന്റെ പേര്? അല്ലടാ, അഞ്ജലിയോട് ഞാൻ പറഞ്ഞിരിക്കുന്ന പേരെന്താ? നരേന്ദ്രൻ എന്നാണോ നരൻ എന്നാണോ? ഒന്ന് വേ നോക്കണേ. അഞ്ജലി നരൻ. ആ ഓക്കെ, നീ ചായ കുടിച്ചു. ആണ് ചായ കുടിക്കണ്ടേ? ആ കുടിച്ചോടാ, മാസിലങ്ങോട്ട് പോകട്ടെ. വെറുതെ തുപ്പുണ്ടായിരുന്നു. ചേട്ടാ അവിടെ ചായ അല്ലേ? മാറുന്ന പ്രശ്നമില്ല. ഒരു 10 മിനിറ്റ് സീറ്റ് മാറില്ല. ഇല്ല, മാറണ്ട. എന്താ തന്നെ കാണിക്കണേ? ഞാൻ 3-4 ദിവസം കഷ്ടപ്പെട്ട് ഡൽഹിക്കാക്കാൻ ഉണ്ടാക്കി വെച്ച റിപ്പോർട്ടായത്. ഓക്കെ, എന്താ ഇതിന്റെ കളറ്? ചുമല. ഓ, ചുമല്ല. കോട്ട് സൂട്ട് ഇട്ടിരുന്നിട്ട് ചുമല്ല. അപ്പൊ ഇതിന്റെ കളറോ? അത് വെള്ള. വെള്ള. അപ്പൊ ഇതോ? നീല. നീല. ചുമല കണ്ട പച്ച, പച്ച കണ്ട നീല, ഓറഞ്ച് കണ്ട സബർജില്ലേ? സാറൊന്നും ഇങ്ങോട്ട് മാറും മൊട്ട സാർ? ഇല്ല ഇല്ല. അപ്പൊ ഞാനെന്നാ സത്യങ്ങളൊക്കെ വിളിച്ചു പറയാം. എന്ത് സത്യം? അല്ല, സാറിന് പച്ച മഞ്ഞ നീലം തിരിച്ചറിയുന്നില്ല എന്നുള്ള സത്യം. കളർ ബ്ലൈൻഡ്നെസ് ഉള്ള സാറിന്റെ ഫിസിക്കൽ ഫിറ്റ്നസ് വ്യാജമാണെന്നുള്ള സത്യം. അതുണ്ടാക്കി തന്നെ ഞാനാണെന്നുള്ള സത്യം. ചതി, വഞ്ചന, വ്യാജരേഖ, കോടതി, അതിന് പുറകെ കോമ്പൻസേഷൻ, ഇരുമ്പഴി, ഗോതമ്പുട്ട, അങ്ങനെ സത്യം പറ. നിനക്ക് എന്താ വേണ്ടത്? മനസ്സിലാണ് ഭാഷ. പറ സത്യ. വായ മൂക്ക് പൊത്തി പിടിച്ചിട്ട് മനസ്സിലാവേണ്ട ഭാഷയിൽ പറയും സത്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ? ശരി, എന്താ വേണ്ടത് നീ പറ. സാറിന്റെ ഈ കോട്ടും ടൈയും മാനേജറായിട്ട് കറങ്ങുന്ന നീ കസേര. ഓക്കെ. ഹലോ, നിന്റെ ആൾക്കാരാ? വരാൻ പറയൂ. നേരത്തെ ഒരു കറവക്കാരന്റെ ലുക്കായിരുന്നല്ലോ സാറേ, ഇപ്പൊ മാറിയല്ലേ? മാറി. ഇപ്പൊ കറവക്കാരൻ കോട്ടിട്ട പോലെ. May I come in, sir? Yes, come in. No more explanation. Don't ever come in front of me with such lame excuses. You understand? Please. You are supposed to finish this job before the deadline. If we are not succeeding in it, you will not enter the premises of this office. Did you get me? Hey man, did you get me? Yes sir. Hey yes sir. What sir? You bullshit. Your grandpa's manga to go to hell. I am the boss of this office. What are you doing, man? You get lost. Oh God, this man is making me crazy, you know. Oh sorry guys, വീട്ടിലെ കറവക്കാരന്റെ മോന് ജോലി കൊടുത്തതാണ്. എന്ത് ചെയ്യാൻ? Now he's making me mad, guys. Oh my God. Sorry. Then tell me, what can I do for you? എന്താ സർ കോട്ടുണ്ടായി ഒരു കോറിഡോറിൽ നിൽക്കുന്നത്? അകത്ത് ഭയങ്കര ചൂട്. പിന്നെ സുനിതയ്ക്ക് ഓറഞ്ച് ചുരിദാർ നന്നായിട്ട് ചേരണം. സത്യം. ഇനി പച്ചയായിരിക്കും. ലക്ഷ്മി, the actual problem is ഒരു റെക്കമെൻഡേഷനും സ്വീകരിക്കാത്ത ഒരു കമ്പനിയാണ് ഈ ബാനർജി അസോസിയേറ്റ്സ്. നരന്റെ കൺസൾട്ടൻസിക്ക് അവരുമായി നല്ല ബന്ധമുള്ള സ്ഥിതിക്ക് വെൽ, ഞാൻ പ്രഷറൈസ് ചെയ്താൽ ഒരു പക്ഷെ പ്രശാന്തിനെ കമ്പനി ചിലപ്പോൾ കൺസിഡർ ചെയ്തേക്കാം. ബട്ട് വൈ ഷുഡ് ഐ റെക്കമെൻഡ് യു? എനിക്ക് പ്രശാന്തിനെ ശരിക്കും അറിയ പോലും ഇല്ല. ഞങ്ങൾ അഞ്ജലിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആണ്. ബട്ട് അഞ്ജലിനോടൊന്നും വിളിച്ച് പറഞ്ഞില്ല. അത് അവൾക്ക് ചെറിയൊരു യു മീൻ ചമ്മൽ? ഫോർ വാട്ട്? സി, ഞാൻ ബേസിക്കലി ധനികനാണെങ്കിലും ഒരു സാധാരണക്കാരനാണ്. സാർ ടീ. യാ പ്ലീസ്, ദിസ് ബോയ് ഈസ് ഓൾസോ മൈ ഫ്രണ്ട്. സാറിന്റെ നല്ല മനസ്സുകൊണ്ട് അമ്മൂമ്മയുടെ ചെവി ഓപ്പറേഷൻ നന്നായിട്ട് നടന്നിട്ട് സാറേ. സാറാണ് സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ചത്. ചാരിറ്റി ഈസ് അവർ ഡ്യൂട്ടി, യു നോ. ഇപ്പൊ നമുക്ക് നന്നായിട്ട് കാണാട്ടെ സാറേ. ഓപ്പറേഷൻ ചെവിക്കായിരുന്നില്ലേ? ചെവി ഉണ്ടെങ്കിലല്ലേ കണ്ണട വെക്കാൻ പറ്റൂ. ലൈക്ക് യു. ദാറ്റ്സ് നൈസ്. ഇറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ലിവ് ഇറ്റ്. സാറേ, ഇന്നായിരുന്നു ഡിസ്ചാർജ്. ഓ, ഒരു 1000 രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ടായില്ല ഡിസ്ചാർജിനെ. 1000. ഓഫ് കോഴ്സ്. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. I'll give you the money. You know, because of too much money for Karunya. $1,000. അല്ലാണ്ടപ്പാ, 1000 കൊണ്ട് നിനക്ക് എന്താവാനാ? ക്യാഷ്യറോട് 25,000 വാങ്ങിച്ചു. ഞാൻ പറഞ്ഞു അവിടെ ചെന്ന് വാങ്ങിച്ചോളൂ. ബാക്കി നിന്റെ അമ്മൂമ്മയ്ക്ക് മുറുക്കാനൊക്കെ വാങ്ങിച്ചു കൊടുക്കൂ. എന്നെ ഒരുപാട് എടുത്തു നടന്നിട്ടുള്ള. താങ്ക് യു സാർ. ഓ, പ്രാർത്ഥിക്കാട്ടാ. താങ്ക് യു poor neighbor boy. Oh God, sorry friends. എന്തായാലും അഞ്ജലിയോടെ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറയൂ. Let me see what can I do for you. Okay? Thanks a lot.
അഞ്ജലി, എന്താ നിന്റെ ഡിസിഷൻ? ഞാൻ എൻ്റെ തീരുമാനം പറഞ്ഞല്ലോ. ഒന്നാമത്തെ ആൾ എൻ്റെ പുറകെ നടക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്നിട്ട് ഇങ്ങനെ ഒരു ഫേവർ ചെയ്യണമെന്ന് പറഞ്ഞ് പ്ലീസ് അഞ്ജലി, സംഗതി ഏറ്റാ എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഏറ്റില്ലെങ്കിലോ? മോളെ, നീ ഒന്ന് വിളിക്കേ. ചേച്ചി പ്ലീസ്. ഞാനല്ലേ പറയണേ, വിളിക്കേ. ഹായ് അഞ്ജലി. യാ ഫൈൻ ഫൈൻ. യാ അവർ വന്നിരുന്നു. ഈ ബാനർജി അസോസിയേഷന്റെ ഉടമ സുനിൽ ഷെഡ്ഡി, സുനിൽ ബാനർജി എൻ്റെ ഒരു ഫ്രണ്ടാണ്. നല്ല പഴക്കമുണ്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്. ആളെൻ്റെ കയ്യിൽ തന്നെയുണ്ട്. ഞാൻ ആളെ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. പക്ഷെ ആളിപ്പോൾ കുറച്ച് ലൂസാ. നോ 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 ഞാൻ പിഴിഞ്ഞെടുക്കും. ശരിയാക്കി എടുക്കും. സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ എപ്പോഴാണ് നിറം മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. പുള്ളി കേൾക്കാതെ ഞങ്ങൾ വിളിക്കുന്നതേ അകത്തളത്തിൽ ആശ എന്നാണ്. അത് അഞ്ജലി ഫോണിൽ കൂടി പറഞ്ഞ അഞ്ജലിക്ക് മനസ്സിലാവില്ല. നമുക്ക് നോക്കാം. റൈറ്റ് നൗ ഐ എം സോ ബിസി. അലക്കി തീർന്നിട്ടില്ല. അപ്പോൾ സോറി, ഞാൻ അലക്ക് കമ്പനിയായിട്ടുള്ള ഒരു ബിസിനസ് ഡീൽ, ഡിറ്റർജന്റ് കമ്പനിയായിട്ടുള്ള ബിസിനസ് ഡീലിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ നാളെ നേരിട്ട് കാണുന്നു. ഫ്രണ്ട്സിനൊക്കെ വിളിച്ചോളൂ. ലെറ്റ്സ് എൻജോയ്. ഓക്കെ. എടാ എന്റെപ്പാ, ഇതെന്താ? ഇത് തന്നെയാണോ ഏത് സമയത്തും ടൈം പാസ്? എടാ ഇത് നോക്കിയേ. ഇതിനകത്തെ വലിയ വലിയ പുളിയണ്ടന്മാരുടെ ഫോട്ടോസാ. അയ്യേ, ഇതാണ് ഞാൻ വെച്ച് മറ്റേ പുസ്തകം. ഏത് നേരത്താടാ നിന്നേക്കാ? എന്താണ്? എടാ പാവപ്പെട്ടവരുടെടാ വർഷാവർഷം 10,000 20,000 കോടിയുടെ ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ പടാണ്. എനിക്ക് ഇവരുടെ കൂടെയൊക്കെ ഇവരെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്, ഇങ്ങനെ നിൽക്കുന്നത്, ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത്, പിന്നെ സെൽഫി എടുക്കുന്നത്, അങ്ങനെ കുറെ ഫോട്ടോസ് മാച്ച് ചെയ്യും. കണ്ട ഒരുമിച്ച് ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത പോലെ തോന്നുന്നു. ഒരു മിനിറ്റ് ഇപ്പൊ എടാ ഒന്ന് വന്നടാ. ഈ ബോൾ ഒന്ന് പിടിച്ചാ. സോറി, ഈ ബാറ്റ് ഒന്ന് പിടിച്ചു. ആഹാ, ഇതിൽ ഇങ്ങനെ ഇരിക്കല്ലേ. ഇതാണ് നിങ്ങൾ പറഞ്ഞ ബാനർജി അസോസിയേറ്റ്സിന്റെ MD സുനിൽ ബാനർജി. ഹീസ് മൈ ക്ലോസ് ഫ്രണ്ട്. ബട്ട് ഇത്തരം ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനത്തെ ബന്ധങ്ങൾ മിസ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. ഓ മൈ ഗോഡ്, ഇത് ഏത് വിശേഷാണത്? ഇത് പറയൂ, ആരാ ഇത്? ആനന്ദ് വർമ്മ. ആനന്ദ് വർമ്മ. യു നോ ഹിം? ആരാത്? ശരിക്കും ശരിക്കും ഒന്ന് പറഞ്ഞേ. അറിയോ? ഫാഷൻ ഫീൽഡുമായിട്ട് അസോസിയേറ്റഡ് ആർക്കാണ് ആനന്ദ് വർമ്മ അറിയാത്തത്? You said it, Angel. Exactly. ഫാഷൻ വേൾഡിന്റെ കിങ്ങും ക്വീനും അല്ലേ വർമ്മ സാറും വൈഫ് ദേവിക വർമ്മയും? Oh my God, you know everything about him. King and Queen. Exactly. നേരിട്ടറിയോ? നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇതുവരെ പറ്റിയിട്ടില്ല. Oh God. ഒരിക്കലും ഇവള് വർമ്മ ഡിസൈൻസ് കണ്ടക്ട് ചെയ്ത റാം സെലക്ഷന്റെ ഫൈനൽ സ്റ്റേജ് വരെ എത്തിയതാ. Really? Unfortunately, she didn't do well. അതോടെ ഇവളുടെ കോൺഫിഡൻസ് ഒക്കെ പോയി. അങ്ങനെയാണ് ഇവള് മോഡലിംഗ് ഒക്കെ വിട്ട് IT ഫീൽഡിലേക്ക് മാറിയത്. ഓ മനോഹർ. അഞ്ജു 5 മിനിറ്റ്. Hey man, are you alive? എന്റെ പന്നി ആദ്യമായിട്ടാണ് കറക്റ്റ് സമയത്ത് ഒരു ജോലി ചെയ്യണത്. എടാ ഉച്ചക്ക് ചോറിനെന്തടാ? ചാളക്കറി? No way. It's impossible. Do what I say, man. Okay, see you soon. Bye. Nice. Yeah. ഇതൊക്കെ സെലിബ്രിറ്റീസിന്റെ കൂടെ എടുത്ത ഫോട്ടോസ് ആണോ? ഓ, അതൊക്കെ കണ്ടുവല്ലേ? എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല, പിന്നെ അവരൊക്കെ നിർബന്ധിക്കുമ്പോ അയ്യോ ഞാൻ ഫോട്ടോ എടുക്കില്ലാത്ത പറഞ്ഞ് മാറിയുന്ന they feel insult അല്ലേ? That's I took some photos. ഇതും അങ്ങനെ എടുത്തതാണോ? Yes. Yeah. Oh my goodness. Oh my God. Madam Tussauds Wax Museum, London. കേട്ടിട്ടില്ലേ? ആക്ച്വലി ഇത് ഗാന്ധിജിയുടെ മെഴുക് പ്രതിമയാണ്. ഞാൻ ഒരിക്കൽ അവിടെ പോയപ്പോ അവര് നിർബന്ധിച്ചെടുപ്പിച്ചാണ്. എന്നാലും ഒരു തെറ്റിദ്ധരിച്ചു. Leave it. നമുക്ക് പ്രശാന്തന്റെ മാറ്ററിലേക്ക് വരാം. പ്രശാന്തിന് നാളെ ഇന്റർവ്യൂ? അതെ. ഓക്കെ, നാളെ ഇന്റർവ്യൂവിന് പോകുമ്പോ
ദാ ഇവിടെ ഒരു കറുത്ത ബാഡ്ജ് ധരിച്ചേക്കും. അപ്പൊ ഇന്റർവ്യൂ ബോർഡിലുള്ള ഒരാൾ ചോദിക്കും ഇതെന്തിനാ ധരിച്ചെന്ന്. അപ്പൊ പ്രശാന്ത് പറയണം എന്റെ ക്ലോസ് ഫ്രണ്ടായ സത്യൻ മരിച്ചുപോയെന്ന്. ഓക്കെ, പേടിക്കണ്ട, അതൊരു കോഡാണ്. നമ്മുടെ ആളായിരിക്കും ചോദിക്കുക. ഞാൻ അയാളായിട്ടാണ് ഇപ്പൊ ഫോണിൽ സംസാരിച്ചത്. 100% ഉറപ്പ് ഞാൻ പറയുന്നില്ല, എങ്കിലും യുവർ ചാൻസ് വിൽ ബി വെരി ഹൈ. താങ്ക്സ് നാരൻ. യെസ്, ഇറ്റ്സ് ഓക്കെ. ഒരു താങ്ക്സ് ഇവിടുന്ന് പറഞ്ഞില്ല. താങ്ക് യു. യു ആർ ഓൾവേസ് വെൽക്കം. എന്നാലും ഗാന്ധിജിനെ തെറ്റിദ്ധരിച്ചു അല്ലേ? സൂര്യണ്ണ, ഒരു അത്യാവശ്യം വന്നുകൊണ്ടാണ് എന്റെ പോക്കറ്റ് ഞാൻ 500 അടിച്ചു മാറ്റിയത്. അതല്ലടാ പോർക്കെ. പിന്നെ ആ ലാപ്ടോപ്പിൽ എന്റെ കൂടെ ഗാന്ധിജിയുടെ ഫോട്ടോ വെച്ചെന്തിനാ? അതാണല്ലേ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണമെന്ന്. ആ ഫോട്ടോ ഞാൻ എപ്പോ എടുത്തു വെച്ചാൽ എന്ത് ഉത്തരം പറയൂടാ കഴുത? അത് രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ പോകുമ്പോൾ അങ്ങനെ പറയണം. രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധി തമ്മിൽ എന്താ ബന്ധം? മഹാത്മാഗാന്ധിയുടെ മോനല്ലേ രാഹുൽ ഗാന്ധി? സോറി, ഞാൻ അളിയെന്നാ ഉദ്ദേശിച്ചത്. അളിയൻ. അത് മാത്രമല്ല, ഏതൊരു താടി പിശാച് വർമ്മേ കുർമ്മേ എന്താ ഡിസൈൻ ബുക്കിലുണ്ടായിരുന്നാണ്. വിട്ടുകളിയാണ് നിന്നെ. എന്റെ പോക്കറ്റിൽ നിന്ന് കാശ് നിന്റെ മറ്റു വർക്കുകളൊക്കെ ഗംഭീരായിരുന്നു. ആ മറ്റേ പോപ്പിന്റെ കൂടെയുള്ള സെൽഫിയിലെ പോത്തെ അവന്മാര് പോങ്ങന്മാരായതുകൊണ്ട് വിശ്വസിച്ചു. ബുദ്ധിയുള്ള ആരെങ്കിലും വിശ്വസിക്കോടാ? ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാ, ഇനി ചോദിക്കരുത്. എനിക്ക് വയ്യ. വെൽ ഫ്രണ്ട്സ്, ചെറിയൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. മാരേജ് അസോസിയേറ്റ്സ് എന്നെ ദത്തെടുത്തിരിക്കുന്നു. ആഘോഷം മാത്രം പോരാ, അടിച്ചു പൊളിക്കണം. എല്ലാവർക്കും ഒരു ഐസ്ക്രീം പോരട്ടെ. നിക്ക് അടിക്കലും പൊളിക്കലൊക്കെ അവിടെ നിൽക്കട്ടെ. നീ ആദ്യം നരനെ വിളിച്ചൊരു താങ്ക്സ് പറയും. എന്തിന്? ഈ ജോലി അയാളുടെ റെക്കമെൻഡേഷൻ കിട്ടിയെന്ന് എന്താ ഉറപ്പ്? എടി നന്ദിയോട് പറയാതെ. നരൻ പറഞ്ഞ പോലെ ബാഡ്ജിന്റെ കാര്യം വരെ അവർ ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അതെ, നീ എന്തായാലും പുള്ളിനെ ഒന്ന് വിളിക്ക്. നടക്കാൻ പോകുന്ന സീൻ എന്താന്ന് ഞാൻ പറയാം. ഫോർമാലിറ്റിക്ക് വേണ്ടി പ്രശാന്തിനോട് 2 ഡയലോഗ് അടിക്കും. അത് കഴിഞ്ഞ് നേരെ എന്നെ ചോദിക്കും. ഇനിയിപ്പോ എന്നോട് കൊഞ്ചിക്കൊഴാനുള്ള ലൈസൻസ് ആയല്ലോ, ഒടുക്കാതും ഐ ലവ് യു. ഹലോ അഞ്ജലി. പ്രശാന്തിന് കൊടുക്കാം. ഹലോ നരേൻ. സോറി പ്രശാന്ത്, ബ്ലൂടൂത്ത് ഹാങ് ആയതാണ്. I can't thank you enough. You're a real lifesaver. Thank you so much. പ്രശാന്ത് ശരിക്കും ഡിസേർവിംഗ് ആണ്. അല്ലാത്ത ഒരാളെ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ലെന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ട്. Thank you sir. Thank you so much. ഞാൻ അഞ്ജലിക്ക് കൊടുക്കട്ടെ? വേണ്ട ഇപ്പൊ വേണ്ട. അതെ, ഞാൻ കുറച്ച് തിരക്കിലാണ്. അഞ്ജലിയോട് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാൻ പറയൂ. അപ്പൊ ഞാൻ ഫ്രീ ആണെങ്കിൽ സംസാരിക്കാം. ഇന്ന് വൈകിട്ട് ഒന്ന് ഫ്രീ ആവോ? ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു. Let me check my appointments, okay? Okay, thank you sir. That's my pleasure. ഹോസ്പിറ്റലിൽ പോണോ? എന്തിനി? അല്ല, പ്രഷർ എന്ന് പറഞ്ഞു. പ്രഷർ അല്ലടാ, പ്ലഷർ, സന്തോഷം. സി അഞ്ജലി, ഈ നരൻ നീ പറയുന്നത്ര മോശപ്പെട്ട ഒരാളാണെന്ന് എനിക്ക് തോന്നല്ലോ കേട്ടോ. ഇത്രയൊക്കെ കട്ടിങ്സ് പാടില്ലെന്ന അഞ്ജലി ചേച്ചി ഫോണിൽ കൂടി ഇത്തിരി പഞ്ചാരങ്ങൾ ഓടിക്കായിരുന്നു. എടാ, പെണ്ണാണ് വർഗം. ഇത്തരം സന്ദർഭങ്ങളിൽ 90% പെണ്ണുങ്ങളും ഫ്രണ്ട്സിനെ കേൾപ്പിക്കാനായിട്ട് സ്പീക്കർ ഫോണിലിട്ടേ സംസാരിക്കത്തുള്ളൂ. അറിയോ? നീ കുടിച്ചോടാ. താങ്ക് യു അണ്ണാ. ഇതെനിക്ക് കുടിക്കാം. നീ ഇതിനകത്ത് തുപ്പിയിട്ടില്ലാന്ന് എനിക്ക് ഉറപ്പായി. നിന്നെയൊക്കെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ടാ. നീ കുടിച്ചോടാ. എനിക്ക് വേണ്ട, തുപ്പടയാൻ കണ്ട്. എന്ന് കസ്റ്റമേഴ്സിന് താങ്ങല്ലേ. ആ ചക്കര ജോലിക്കേറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞില്ല. ചക്ക വീണു മോയില് ചത്തു. മനസ്സിലായില്ല? എടാ, ചുമ്മാ പരീക്ഷ മാത്രം എഴുതിയാ മതി, ഡിഗ്രി പാസ്സാക്കി തരാമെന്നും പറഞ്ഞ് നമ്മൾ പലരോടും കാശ് വാങ്ങുന്നില്ലേ? എങ്ങനെയാ പാസ്സാക്കുന്നത്? ഒന്നും ചെയ്തില്ലെങ്കിലും പകുതി പേരെങ്കിലും തന്നെ ജയിച്ചോളൂ. തോക്കുന്നവന്റെ ഒക്കെ കാശ് കറക്റ്റായിട്ട് തിരിച്ചു കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് പേരുദോഷവും ഇല്ല. അതുപോലെ തന്നെയാണ് ഇതും. അല്ല, ഈ കറുത്ത ബാഡ്ജിന്റെ കേസ് പറഞ്ഞില്ല, അതെന്തായിരുന്നു? കറുത്ത ഒരു ബാഡ്ജും കുത്തി നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ആരായാലും ചോദിക്കാൻ എന്താ സംഗതി. ഒരാള് മരിച്ചു എന്ന് കേൾക്കുമ്പോ മനുഷ്യപ്പറ്റുള്ളവര് അയാളുടെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കൂ. ആ ഇന്റർവ്യൂ ബോർഡിലുള്ളവര് എന്റെ ആത്മാവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു എന്ന് വെച്ചാൽ നിനക്ക് വിരോധമൊന്നുമില്ല. ചേടാ, എന്താ പിന്നെ ഞാനും ചത്തെന്ന് പറയായിരുന്നു. അണ്ണാ, അതെ, നമ്മൾ ഈ ഫോണിൽ സംസാരിക്കണ പെമ്പിള്ളേര് ലൗഡ് സ്പീക്കറിട്ട് മറ്റുള്ളവരെ കേൾപ്പിക്കുന്ന പറയണ്ടായില്ലേ? അത് ശരിയാണോ? എന്തേ? ഇല്ല, ഒന്നുമില്ല. ആ ഹോസ്റ്റലിലെ സുഷമയായിട്ട് രാത്രി ഫോൺ ചെയ്യാറുണ്ടേ. അപ്പൊ ഞാൻ ചെയ്യണൊക്കെ അവള് മറ്റുള്ളവരെ കേൾപ്പിക്കണ്ടാവൂ?
ഒരിക്കലും ഇല്ലടാ. നീ സമാധാനത്തോടെ അങ്ങോട്ട് തിരിഞ്ഞടക്കടാ. വെറുതെ ടെൻഷൻ അടിച്ച് മനസ്സ് നീ ആളുടെ തട്ടി എന്റെ ഫോൺ ബില്ല് വാണം വിട്ട പോലെ കേൾക്കണത്. സോറി അണ്ണാ, ഡോണ്ട് റിപ്പീറ്റ്. ആ കൂറ പെണ്ണായിരിക്കും. എന്റെ പെട്ടെന്റെ ഫോൺ കാണാതെ പരവശായിട്ട് വിളിക്കണായിരിക്കും ആ കൂറ. രാത്രി ഹലോ, മറുപടി ഒന്നുമില്ല. ഫോൺ ഹലോ. ഇല്ല ഫ്രീ ആണ്. അയ്യോ ഇപ്പോഴോ? നോ പ്രോബ്സ്. എവിടെ? സ്ഥലം മെസ്സേജ് ചെയ്താ മതി. ഞാൻ എത്തി. ഓക്കെ. ആരാണ്? സുഷമേണ? എനിക്കറിയാം, മുമ്പല്ലേ അറിയാം. എടാ അഞ്ജലി, അവൾക്ക് എന്നെ കാണണോന്ന്. വണ്ടി എടുക്കടാ. എന്താ വണ്ടി എടുക്കടാ? കാമരാജ് ലൈൻ എന്നൊക്കെയാണ് മെസ്സേജില്. പേരായിട്ട് മാച്ചാണ്. ആ സൈഡിൽ നോക്കിയാലോ? അതെ അവര്. ഞങ്ങള് നോക്കി വരികയായിരുന്നു. ഇറങ്ങാൻ നേരത്തെ ഞാൻ നോക്കിയപ്പോ എന്റെ കാറിന്റെ ടയർ പഞ്ചർ. പിന്നെ അത്യാവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് ടയർ മാറ്റാൻ നിന്നില്ല. ഇവനെ വിളിച്ചോണ്ട് ബൈക്കിൽ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. അത് നന്നായി. എന്താ പ്രശ്നം? ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമായിരുന്നു. എന്തുപറ്റി? വരൂ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കട്ടോ. ഓക്കെ. എല്ലാരും ഉണ്ടല്ലോ. എന്താണോ പ്രശ്നം? നരൻ ഇരിക്കുക. ഇവര് ക്ലബിലെന്തോ അടിയുണ്ടാക്കി പ്രശ്നമായിട്ട് വന്നിരിക്കുക. പ്രശാന്തിന്റെ ഒരു പാർട്ടിയുടെ കാര്യം ഞാൻ നരനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അവിടെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായി. ഞങ്ങൾ അവിടെ ചെന്നപ്പോ തൊട്ട് മിലിയെ ഒരുത്ത് ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. 1-2 തവണ പറഞ്ഞു നോക്കി, പക്ഷെ അവൻ കേട്ടില്ല. പിന്നെ സഹി ഇട്ട് ജോൺ അവനെ ഒന്ന് തള്ളി മാറ്റി. തള്ളിയൊന്നുമല്ല, ഇവനവനെ നല്ല അടിയടിച്ചിട്ടുണ്ട്. പിന്നെ അറിഞ്ഞത് അത് മന്ത്രി തോമസ് ചെന്നൈക്കാടന്റെ മകനും കൂട്ടുകാരുമായിരുന്നെന്ന്. ഓ, ബഹളത്തിനിടെ നമ്മുടെ ഫൈസലിനെ അവർ പിടിച്ചു വിളിച്ച് വണ്ടിയെ കയറ്റി കൊണ്ടുപോയി. അയ്യോ. കുറച്ചു മുമ്പ് ഫൈസൽ വിളിച്ചിരുന്നു. അവര് വിളിപ്പിച്ചതാ. അവർക്ക് ജോണിനെയാ വേണ്ടത്. ജോൺ ചെന്നാലേ ഒരു ഫൈസലിനെ വിടൂ. പോലീസിൽ അറിയിച്ചാൽ കൊന്നുകളയെന്നാ പറയുന്നത്. അല്ല, ഇതിപ്പോ എനിക്ക് മനസ്സിലാവാത്ത ഞാൻ എന്താ ചെയ്യേണ്ടത്? നരനൊന്ന് വിളിക്കണം. ആരെ വിളിക്കേണ്ടത്? അന്ന് നരന്റെ ലാപ്ടോപ്പിൽ തോമസ് ചെന്നക്കാടുമായി നിൽക്കുന്ന ഫോട്ടോസ് കണ്ടിരുന്നു. അദ്ദേഹത്തെ ഒന്ന് വിളിക്കണം. വിളിക്കാം, പക്ഷെ പ്രയോജനമുണ്ടാവില്ല. അല്ല, ഈ തോമാച്ചനെനിക്ക് നന്നിട്ട് അറിയാവുന്നോണ്ട് പറയാ. വല്ലാത്തൊരു വാശിക്കാരൻ, ഒരു പ്രത്യേക ടൈപ്പാണ്. പ്ലീസ് നരൻ, അങ്ങനെ പറയരുത്. ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഹെൽപ്പ് ചെയ്യാം. ചെയ്യണമല്ലോ, ചെയ്യും. പക്ഷേ അതിന് ചെന്നക്കാടിനെ വിളിക്കണമെന്നില്ല. ഹൈക്കമാൻഡിലെ ത്രിപാഠി കൊണ്ടൊന്ന് വിളിക്കാം. എനിക്ക് പേഴ്സണലായിട്ട് ഒരു റൂം വേണം. അതെ, അണ്ണനൊന്ന് മൂത്രയ്ക്കണേ. അതിനല്ല, എനിക്കൊന്ന് ഫോൺ ചെയ്യണം. എന്റെ അമ്മയെ ആവേശത്തിനേറെ ഓരോ ഏറ്റെടുക്കുകയും ചെയ്ത് ഇനിയിപ്പോ എന്താണ് ചെയ്യാ? അല്ല, അണ്ണനത് ഹൈക്കമാൻഡിലെ ത്രിപാഠിനെ വിളിക്കാൻ പോണെന്ന് പറഞ്ഞിട്ട്. ഏത് ഹൈക്കമാൻഡ്? ഹൈക്കമാൻഡിലെ ത്രിപാഠിയിൽ ഏതെങ്കിലും ഓക്കമാൻഡിലെ ഊച്ചാളിസിനെ വിളിക്കും. കിട്ടി. ആഭാസംബാരിയുടെ 10ാം ദിവസം ശശികുമാർ ആറാട്ടൂർ സ്പീക്കിംഗ്. ഇത് ഞാനാ, കൃഷ്ണൻകുട്ടി. നിന്നെപ്പറ്റി ഒരു വിവരമില്ലല്ലോടാ. അണ്ണാ, നമ്മുടെ മന്ത്രി ചെന്നൈക്കാടന്റെ പുതിയ കന്നന്തിരം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അയാളുടെ അൽസലേറ്റം പറ്റി വെറ്റുപോളി പറ്റി. ഒരു പട്ടിക്കുഞ്ഞിന് ചെന്നൈക്കാടിനെ ശരിക്ക് ക്ഷയിപ്പെട്ടെന്ന് പറഞ്ഞ് ഞാനൊരു സ്റ്റോറി കാത്താനിരിക്കുക. തമാശ കളയണ്ട. പീഡനം, വാണിപ്പം, ആ സൈസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. ഉണ്ടോ എന്ന് ചോദിച്ചാൽ, കായംകുളം കൃഷ്ണപുരം കൊട്ടാരത്തിന്റെ തെക്കേപ്പുറത്തുള്ള വീട്ടിൽ രാത്രികാലങ്ങളിൽ എന്തോ വരവ് പോക്കട്ടത് ഇമ്പതി കിട്ടിയിട്ടുണ്ട്. ആണോ? ഷടാങ്ങാണോ കള്ളനോട്ടാണോ ഉപജാപമാണോ എന്ന് ക്ലിയർ അല്ല. മൊത്തത്തിനൊരു പുകയാ. ഓക്കെ അണ്ണാ. ഹലോ, മന്ത്രിയുടെ പി ആണ് സംസാരിക്കുന്നത്. ആരാണ്? ഡൽഹിയിൽ നിന്ന് ശിവകുമാറാന്ന് പറഞ്ഞാൽ മതി, ചെന്നൈക്കാടിന് മനസ്സിലാക്കോളും. സർ, ഡൽഹിയിൽ നിന്ന് ഒരു കോളുണ്ട്. ശിവകുമാറാണ്. ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ഹലോ സാർ, ഒരു പേഴ്സണൽ വിഷയം സംസാരിക്കാനായിട്ടാണ് ഞാൻ വിളിക്കുന്നത്. സാറിന്റെ മോനായിട്ട് നമ്മുടെ കുറച്ച് പിള്ളേർക്ക് ചെറിയൊരു ഇഷ്യൂ. ചെറിയ ഇഷ്യൂ വെച്ചേക്കില്ല. ഞാൻ ഒന്നിനും വെക്കോ വെക്കാതിരിക്കൊക്കെ സാറിന്റെ ഇഷ്ടം. പക്ഷേ ഇത് സാറിനെ കൊടുക്കാനുള്ള ഒരു ട്രാപ്പാണ്. നീ ആരാ ചേട്ടേ അത് സംസാരിക്കാൻ? മന്ത്രി തോമാച്ചിന്റെ തനിക്കോണം അറിയത്തില്ല നിനക്കൊന്നും. ആ ചെറുക്കനെ കിട്ടിയില്ലെങ്കിലേ. പക്ഷേ ചെറിയൊരു പ്രശ്നമുള്ളതേ, ചെക്കന്റെ വീട് കായംകുളത്താ. ആ കൃഷ്ണപുരം കൊട്ടാരത്തിന്റെ തെക്ക് ഭാഗത്ത്. ഹലോ 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 ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? ഹലോ ഹലോ. അണ്ണാ, എന്തിനാ കട്ട് ചെയ്ത്? കട്ടാക്കിയതല്ലടാ, ഒരു ചൂണ്ടിട്ടതാ. ഈ ചൂണ്ടിലേക്കാൾ കൊത്തോണ. കൊത്തും. കൊത്തുമായിരിക്കും അല്ലേ? കൊത്തണമല്ലോ. കൊത്തുമല്ലേ? നോക്കടാ. ചായ വേണ്ട, ഇപ്പൊ ടീ ടൈം അല്ല. ത്രിപാഠി ഉമ്മൻചാണ്ടിനെ വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ആരും പേടിക്കണ്ട. ഇനി പണ്ണന്റെ പ്ലാനറ്റിലേക്ക് ഞാനും ഒരു ലോക്ക് ഇട്ടുണ്ട്. ലച്ചു ടേക്ക് കേട്ടാ. ചെല്ലട്ടെ. ശരി. എന്തായി കുത്തിയ?
നീ എന്ത് ലോക്കായിട്ടത്? അത് ഈ ഡോറിന്റെ ലോക്കിട്ട് കാര്യം പറഞ്ഞാണ്. ചുമ്മാ ഷോ. ഒരു ഷോ. അത് വിടും. അന്നാ കൊത്തിയ. ഞാൻ പറഞ്ഞില്ല കൊത്തന്റെ അവിടെ പോനെ. ഹലോ, ആരാണ്? ഞാനാണ്. ഞാനോ? ഏത് ഞാൻ? ഞാൻ അറിയാവുന്ന ഒരു ഞാനേ ഉള്ളൂ. ഞാനാണ്. ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ എന്ന് പറയുമ്പോ ഞാൻ അറിയാത്തൊരു ഞാൻ ഏത് ഞാനാണ് ഞാൻ? ഞാൻ ചോദിച്ച കേട്ടില്ല, ആരാണ് ഈ ഞാൻ? അല്ലെങ്കിൽ ഞാനായിരിക്കും ഞാൻ. ഞാനുമുള്ള കളിയാണ് തോന്നല്ലോ. ഹലോ, ആരാണ്? ഞാൻ മന്ത്രി തോമസ് ചെന്നക്കാടൻ. അയ്യോ, സോറി സാറേ, ഫോൺ കട്ടായി പോയതാണ്ട് സാറേ. സാറേ, ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാലേ, ആ ചെറുക്കനെ വെറുതെ പഞ്ഞിക്കിട്ട അത് സാറിന് പാരയാവത്തുള്ളൂ. അല്ല, ഈ ചാനലാരാണെങ്കിൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി വായും മുടിച്ചിരിക്കണേ. ആ പയ്യനൊന്നും ചേരുന്നു, വിളിച്ചു പറ, ഉടനെ പറ. പിന്നെ പോരുമ്പോ ഇവിടെ തലമ്പൊക്കൊന്ന് സെറ്റിലാക്കാൻ ഒരു പച്ചക്കറി കൂടിൽ 50,000 രൂപ കൊടുത്ത് എങ്ങനെ വേണ്ടെന്ന് പറയാ. വരേണ്ട സ്ഥലം ഞാൻ മെസ്സേജ് ചെയ്യാം സാറേ. എന്തായി? ശരിയാവേണ്ടതാണ്. പിന്നെ പണത്തിന് മീതെ ഒരു പക്ഷിയും പറക്കില്ലെന്നാണോ? പക്ഷിയല്ല, പരുന്ത്. പിന്നെ പക്ഷിയല്ലാണ്ട് മീനാണ്. സീരിയസ് ആയിട്ട് കാര്യം സോറി, പൈസ കുറച്ച് പൊട്ടിക്കേണ്ടി വന്നു. ലക്ഷങ്ങളിൽ കുറഞ്ഞൊരു ഏർപ്പാട് അവർക്കില്ലെന്നേ. അല്ല, അത് പ്രശ്നമാക്കണ്ട. എക്സ്പെൻസ് എത്രയാന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും കൂടെ. എന്താ ലക്ഷ്മി, എന്താണിത്? നിങ്ങളുടെ പ്രശ്നം എന്റെ പ്രശ്നമല്ലേ? ഗാർസിയ ഗബ്രിയൽ ഡി ഫെർണാണ്ടസിന്റെ ബുക്സ് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? അതിലെന്താ പറഞ്ഞേക്കുന്നതെന്ന് അറിയാവോ? ഇവരൊന്നും വായിച്ചല്ല, അണ്ണങ്ങട് പറഞ്ഞു കൊടുക്കണേ. ഒട്ടനെ അത് മിക്കവാറും തോന്നിക്കൊള്ളാം പട്ടി. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ലോട്ട്സ് ഓഫ് കാര്യങ്ങൾ, ഒരുപാട് തിങ്സ്. ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കണോ അതോ നമ്മുടെ ഈ പ്രശ്നത്തിൽ ഇടപെടണോ? എന്നാലും പണത്തിന്റെ ഒക്കെ ത്രാസിലിട്ടാണല്ലോ നിങ്ങൾ എന്റെ സ്നേഹത്തിന് വില കൽപ്പിച്ചത്. ഐ ഫീൽ സോ സാഡ്, യു നോ. നരൻ, സോറി, ഞങ്ങൾ അതല്ല ഉദ്ദേശിച്ചത്. ഒന്നും ഉദ്ദേശിക്കരുത് അഞ്ജു, ഉദ്ദേശിച്ച് പറയരുത്. സൗഹൃദത്തിന് വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറായി നിൽക്കുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ, അറിയോ? സോറി, ഞാൻ മോതിരം ഒരിടത്തു. അല്ല, അറിയാണ്ട് ഊരി പോന്നു. എന്താണിത്? അത് വാക്കുര വിട്ടതാ. എന്തിന്? അല്ല, മോതിരം മാറ്റുമല്ലേ? അതൊക്കെ പിന്നെ മുഹൂർത്ത സമയം നോക്കിയിട്ട്. നോൺസെൻസ്. സോറി, ലീവ് ഇറ്റ് ബേബി. നമ്മുടെ പ്രശ്നങ്ങൾ ഇതുവരെ തീർന്നിട്ടില്ല. പരിക്കൊന്നും പറ്റാതെ ഫൈസൽ ഇതിനകത്ത് വന്നാലേ നമുക്ക് ആശ്വസിക്കാൻ പറ്റൂ. എന്തായാലും നമുക്ക് ഒരു സ്ഥലം വരെ പോകണം.